നമസ്കാരം. ട്രാവലർ മിസ്റ്റർ ജെഡിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുവൈറ്റിൽ നിന്ന് അറബിക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ നേരെ കൊച്ചി വന്നിറങ്ങി. കൊച്ചിയിൽ നിന്ന് നമ്മൾ ആതിരപ്പള്ളി വന്നിരിക്കുകയാണ്. ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിലാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഒരു നമ്മൾ ചെറിയൊരു ജ്യൂസ്, ബാർബക്യൂ, പിന്നെ അല്ലറ ചില്ലറ നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന് ഈ ചൂടൊക്കെ കൊണ്ടപ്പം എനിക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കണം തോന്നി. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഇവിടെ തോട്ടമൊക്കെ ഉണ്ട് ഓറഞ്ചിൻ്റെ, അവിടെ നിന്നുള്ള കളക്ട് ചെയ്ത ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ ലൈവായിട്ടൊരു ഓറഞ്ച് ജ്യൂസ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ലൈവായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണ്. അത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫ്രഷ് ജ്യൂസാണ്. അത് നേരിട്ടെടുത്ത് പിഴിഞ്ഞ് ഓറഞ്ച് തന്നെ പിഴിഞ്ഞിട്ട് നമ്മൾ ലൈവായിട്ട് ഉണ്ടാക്കുകയാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഓറഞ്ചിൽ വെള്ളമൊന്നും ചേർക്കാതെ നാരങ്ങ പിഴിയും പോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ട്, ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കാൻ പാടില്ല. ഇതൊക്കെ പിഴിയുമ്പം നമുക്ക് തോന്നും ഇതിൻ്റെ അത് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ തോന്നും, പക്ഷേ അതിനൊന്നും ചേർക്കരുത്. ഇങ്ങനെ ഓറഞ്ച് ലൈവായിട്ട് പിഴിഞ്ഞു. വെൻ നേച്ചർ ബ്ലെൻഡ്സ് വിത്ത് നേച്ചർ, അല്ലെങ്കിൽ വെൻ നേച്ചർ മീറ്റ്സ് നേച്ചർ എന്ന് പറയും പോലെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് നമ്മൾ ഈ പ്രകൃതിയുടെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചയുടെ മുമ്പ് വെച്ച് കൺസ്യൂം ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് കുടിക്കുകയാണ്. ഒരു ആപ്പിൾ ജ്യൂസും കൂടെ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ ആപ്പിൾ കടിച്ച് തന്നെ തിന്നണം, കാരണം ഇത് ജ്യൂസ് അടിക്കാനുള്ള വിദ്യയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ഈ ഒരു ആംബിയൻസ് വേറെ ഒരിടത്തും കിട്ടില്ല, ഒള്ളി ആതിരപ്പള്ളി. പിന്നെ ഇവിടെ ആപ്പിളിൻ്റെ തോട്ടമൊന്നുമില്ല, നേരത്തെ പറഞ്ഞ ഓറഞ്ചിൻ്റെ തോട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ. ഇത് പുറത്തുനിന്ന് തന്നെ മേടിച്ച ആപ്പിളാണ്. ആതിരപ്പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു ബാർബക്യൂ, അതിൽ നമ്മൾ നാടൻ കോഴി പൊരിച്ചത്, അതിൻ്റെ കൂടെ കടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ചോളം, ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ആതിരപ്പള്ളിയിൽ തന്നെ വരണം. നല്ലത് ആംബിയൻസ് തന്നെയാണ്. ലൈവായിട്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ ബാർബക്യൂ ചെയ്യുന്നതും, അതിൻ്റെ കൂടെ നിന്നിട്ട് നമ്മൾ വെള്ളച്ചാട്ടം കാണാനും, നമുക്കിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ വാച്ചിലേക്ക് നോക്കിയാൽ കാണാം ടൈം എത്രയായിരുന്നു. നട്ടുച്ചയാണ്, ഒരു വെയിലാണ്. പക്ഷേ ഈ ഉച്ച സമയത്ത് നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം, ഈ ഒരു ചില്ലിങ് വാട്ടർഫോൾ കാണാൻ എന്ത് രസമെന്നറിയാമോ? അതിൻ്റെ കൂടെ ഒരു ജ്യൂസും. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ വാട്ടർഫോൾ കണ്ട്, കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ 3 ഫോൾസാണ് ഇവിടെ ഉള്ളത്. 3 ഫോൾസിൽ നിന്നും വെള്ളം സ്പോണ്ടേനിയസ് ആയിട്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒഴുകി വരുന്നുണ്ട്. രാവിലെ ഒരു ഷട്ടർ തുറക്കും ഡാമിൻ്റെ, തുമ്പൂർ മൊഴി ഡാമിൻ്റെ ഷട്ടറുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 2 ഷട്ടർ തുറക്കും. അത് കഴിഞ്ഞ് ഈവനിങ് ആണ് ഏറ്റവും ഭംഗിയുള്ള സമയം, കാരണം ഏറ്റവും അധികം വെള്ളം അതിലൂടെ വരുന്നത് ഈവനിങ് ആണ്. ആ സമയത്താണ് ഈ അരുവികൾ അല്ലെങ്കിൽ ഈ ഡാം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത്. ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. ഈ ആംബിയൻസിൻ്റെ മുമ്പിൽ ഇങ്ങനെ ജ്യൂസ് കുടിച്ച് ആതിരപ്പള്ളി എൻജോയ് ചെയ്യാൻ പറഞ്ഞൊരു പ്രത്യേക രസമാണ്. അത് വളരെ വിരളമായ ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടോ എനിക്കും അതൊരു ഭാഗ്യമുണ്ടായി. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ഡാമൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകിയ ഒരു സമയം അതെപ്പോഴാണെന്നറിയാമോ? നമ്മുടെ പ്രളയം വന്ന സമയത്ത്. വിഷമമുള്ള കാര്യമാണ്. ആ സമയത്ത് ഈ ഡാമൊക്കെ ഇങ്ങനെ ഈ 3 ഫോൾസ് കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരുന്നത്, കാരണം ഇത് ഒറ്റ ഫോളായിട്ട് ഒഴുകുമായിരുന്നു. പക്ഷേ എത്രയൊക്കെ പ്രളയത്തിൻ്റെ ഇതിൽ പെട്ടാലും ആ ഡാമിൻ്റെ ഭംഗി ഇതുവരെ നഷ്ടപ്പെട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം ബാഹുബലി, പിന്നെ അതിനോടൊപ്പം രാവൺ, അങ്ങനെ ഒത്തിരി സിനിമകൾ, ഒരുപാട് സിനിമകൾ. അല്ലു അർജുൻ്റെ ഒരു സമയത്ത് പാട്ടിൻ്റെയൊക്കെ സ്ഥിരം ലൊക്കേഷൻ തന്നെയായിരുന്നു നമ്മുടെ ഈ ലൊക്കേഷൻ. ഈ ഡാം അത്രയ്ക്ക് ഫേമസ് ആണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഫിഷും അത്ര ഫേമസ് ആണ്. കാരണം ഇവിടുന്ന് ഒരു മുകളിലൊരു ഷോപ്പുണ്ട്, അവിടെയാണ് ഈ ഡാം ഫിഷ് ലൈവായിട്ട് ഗ്രില്ല് ചെയ്തും ഫ്രൈ ചെയ്തൊക്കെ കൊടുക്കുന്നത്. അപ്പം ഈ നമ്മുടെ ആതിരപ്പള്ളി വരുന്ന എല്ലാവരും ഈ ഫോൾസ് കാണുക. പ്രത്യേകിച്ച് ഈ സ്പോട്ടിൽ നിന്ന് കാണാൻ പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് തിരുവനന്തപുരം വർക്കലയ്ക്കാണ്. വർക്കലയ്ക്ക് ശേഷം നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പഠിച്ച MG കോളേജ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള നമ്മുടെ തിരുവനന്തപുരംകാർക്ക് നല്ല ഉശിരൻ ഫിഷ് ഗ്രിൽഡ്, തവ ഗ്രിൽഡ്,
കാന്താരി ഫിഷ്, തന്തൂരി ഫിഷ് ഒക്കെ കിട്ടുന്ന ഒരു കിടിലം അടാറ് മത്സ്യം എന്ന ഹോട്ടലിലേക്കാണ്. അപ്പോൾ ചിയേഴ്സ്, നമുക്ക് വർക്കല കാണാം. നമ്മളിപ്പോൾ വാസുവേട്ടൻ്റെ കടയിലാണ്. വാസുവേട്ടൻ്റെ കട എന്ന് പറയുന്നത് ഇലഞ്ഞിപ്രയാണ്, ആതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്കാണ്. ഇവിടെ ചോറാണ് ഇവിടുത്തെ പ്രത്യേകത. ചോറിൻ്റെ കൂടെ മീൻ വറുത്തുണ്ട്, മീൻകറിയുണ്ട്, പോത്തുണ്ട്, പന്നിയുണ്ട്, പിന്നെ താറാവുണ്ട്, പിന്നെ ആടുണ്ട്, കേരയുണ്ട്, കാടയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഓരോ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു പോത്ത്, ഒരു പന്നി, പിന്നെ ഒരു താറാവ്, പിന്നെ എന്നോട് ഫിഷ് കറി മീൽസ്, പിന്നെ നാടൻ കറിയാണ്. നല്ല ഉശിരൻ നാടൻ ഊണ് കഴിക്കണമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആതിരപ്പള്ളി വിസിറ്റ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ വന്ന് കഴിച്ചോളൂ. നല്ല ഉഗ്ര ഫുഡാണ്. ഞാനിവിടെ മൊത്തം നടന്ന് അന്വേഷിച്ചപ്പം അറിയാൻ പറ്റിയത് ഇവിടെ ഉഗ്ര ഫുഡാണെന്ന്. നല്ല തുമ്പപ്പൂ ചമ്പാവരി ചോറാണ്, കറികളെല്ലാം ഉണ്ട്. വീട്ടിലൂടെ അച്ചാറാണ്, പിന്നെ പയർ തോരനുണ്ട്, പയറും വാഴയ്ക്ക തോരൻ അല്ലേ. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റംസ് വരാൻ പോകുന്നത് അല്ലേ. നല്ല നാടൻ തോരൻ അല്ലേ, ഒരു നാടൻ ടേസ്റ്റാണ്. മാങ്ങാക്കറി, മാങ്ങാക്കറിയാണ്. അപ്പോൾ മാങ്ങാക്കറി സൂപ്പറാണ്. മാങ്ങാക്കറി മതി. ഞാൻ ആദ്യമായിട്ടാണ് ഈ മാങ്ങാക്കറി എന്നുള്ള കറി. നമ്മൾ ഈ 2 ഡിസ്ട്രിക്റ്റിലുള്ളൂ. എറണാകുളം, അങ്കമാലി തുടങ്ങി ചാലക്കുടി ഒരു ഭാഗം, മഞ്ഞപ്പുറ ആ ഭാഗത്തുള്ള കറി. ഈ പോർഷനിൽ കുറച്ച് സാമ്പാർ കഴിക്കും. വീട്ടിൽ സാമ്പാറാണ് ഗ്യാസ് വെച്ചിട്ട് നമ്മൾ തേങ്ങ വറുത്തരച്ച് ചെയ്യുന്നതാണ്. രണ്ടും ഉഗ്രൻ. അപ്പം നാരങ്ങ അച്ചാർ വരുന്നുണ്ട്. നാടൻ നാരങ്ങ, ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ ചമ്മന്തി ഉണ്ട്. എവിടെ കിട്ടും ഇതുപോലെ വിഭവസമൃദ്ധമായ ഒരു ഊണ്? ചെമ്മീൻ ചമ്മന്തി കൂട്ടി ഒരു 1.5 ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തി വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. 1.5 ചമ്മന്തിയാണ്. സൂപ്പർ, ഒരു രക്ഷയില്ല. അപ്പം അടുത്തായിട്ടോ അത് പപ്പടമുണ്ട്, അതും വന്നു. ആക്ച്വലി സത്യം പറഞ്ഞാൽ അർമാദിക്കാനുള്ള സംഭവമുണ്ട്. കാരണം ഇത്രയും വെറൈറ്റി ഓഫ് കറി, അത് ഇവിടെ നാടൻ ഫുഡ്, ഹോംലി ഫുഡ് പോലെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഇനിയിപ്പം അടുത്ത ഐറ്റംസ് വരുന്നുണ്ട്. അടുത്ത് വരാൻ പോകുന്നത് പോത്തല്ലേ. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം പോത്തും പന്നിയാണെന്ന് പറയുന്നുണ്ട്. പന്നി ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. പിന്നെ താറാവ്, പിന്നെ മീൻ, മട്ടനുണ്ട്. എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത്. അതിനോട് സംഭാരമുണ്ട്, തീരുന്നില്ലേ. ഇനി ഐറ്റം വന്നുകൊണ്ടിരിക്കും. ഇലയിലാണ്, വാഴ ഇലയിലാണ് പോത്ത്. കൂർക്കിട്ടതാണ്, കൂർക്കിട്ട പോത്താണ്. ഇത് കായിട്ട ബീഫും കൂർക്കയിട്ട പോത്തും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കായിട്ട ബീഫും കൂർക്കയിട്ട പോത്തും? കൂർക്ക അല്ല, സൂപ്പർ, അടിപൊളി. അല്ല, കായിട്ട ബീഫ് സൂപ്പർ. ചോറൊക്കെ തന്നെ നമ്മുടെ ഈ ഉള്ളം കൈയൊക്കെ ചേർത്ത് ഇങ്ങനെ കഴിക്കണം. ഇങ്ങനെ അതാണ് ചോറ്, അപ്പോഴാണ് ടേസ്റ്റ് വേണം. എന്നിട്ട് ഇങ്ങനെ ഉള്ളം കൈ ചേർത്ത് ഉരുട്ടിയെടുത്തിട്ട് അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് താറാവ്. അടിപൊളി, സൂപ്പർ. താറാവ് കറിയും വന്നിട്ടുണ്ട്. ആ ഗ്രേവി തന്നെ സൂപ്പറാണ്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല പീസാണ്. സാധാരണ താറാവ് കറി എവിടെയെങ്കിലും ഓർഡർ ചെയ്താലും ഒരു കഷ്ണം ഉണ്ടാവില്ല, കഷ്ണം ഉണ്ടാവാറില്ല. എല്ലാം ഇതാണ് കിട്ടുന്നത്. സൂപ്പർ. എന്തുകൊണ്ടും അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ, ആതിരപ്പള്ളി വരുമ്പോൾ ശിവേട്ടൻ്റെ കട അന്വേഷിക്കുക. നല്ല നാടൻ കുശലൻ ഫുഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നല്ല ഫുഡാണ്, ഇതൊരു ഫുഡാണ്. നല്ല ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, പിന്നെ സാലഡുണ്ട്, ബീട്രൂട്ട് അച്ചാറുണ്ട്, പപ്പടമുണ്ട്, പയർ തോരനുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, പോത്തുണ്ട്, താറാവുണ്ട്. ഇത് അടുത്ത് സ്പെഷ്യൽ സാലഡും വരുന്നുണ്ട്, ഉള്ളി മുളകൊക്കെ ഇട്ടിട്ടുള്ള സാലഡ്, പിന്നെ സംഭാരമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാന രസവും. അപ്പം നിങ്ങളും വരിക. എനിക്കിപ്പോൾ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് തിരക്കുണ്ട്, കാരണം നല്ല ഉരുള ഉരുട്ടി
ഫാം ഫിഷാണ് വളർത്തുന്ന നല്ല നാളെ തിലാപ്പി അല്ലേ? തിലാപ്പി ഇത് പൊള്ളിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് പൊള്ളിക്കാൻ ഉപയോഗിക്കുന്ന മസാല. വാഴയിലെ പൊതിഞ്ഞിട്ട് അതിനെ സിൽവർ ഫോയിലിനകത്താക്കിയാണ് പൊള്ളിക്കുന്നത്. കാരണം ഈ ചൂടടിച്ച വാഴയില എളുപ്പം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. നല്ല വൃത്തിയുള്ള അടുക്കളയാണ്. ഈ ഫുഡൊക്കെ തീരുന്നതനുസരിച്ച് യഥേഷ്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 2ാമത് സെക്കൻഡ് കറി വരും, ഈ അച്ചാർ വരും, സാലഡ് വരും, എല്ലാം വരും. ഇവിടെ അതിനൊന്നും ഒരു കൺട്രോളും ഇല്ല. ഇതും വേണമെങ്കിൽ നമുക്ക് നല്ല സാലഡും ചമ്മന്തി, പയർ തോരനും, ബീറ്റ്റൂട്ട് അച്ചാറും കുഴച്ച് ചാടി എൻ്റെ ഇല കണ്ടോ? എല്ലാം കഴിച്ച് ക്ലീൻ ആക്കി. എവിടെ കണ്ടോ? ഇവിടെ അതിലും ക്ലീൻ ഒന്നും ബാക്കിയില്ല. ഈ വേർക്കുന്ന അത് ഇവിടെ ഫാനും AC ഇല്ലാത്തതല്ല. AC ഇല്ല, ഫാനാണ്. നമ്മുടെ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ബോഡിക്ക് ഇഷ്ടപ്പെട്ടാൽ, മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ ബോഡി തരുന്ന റിയാക്ഷനാണ് ഇങ്ങനെ സ്വെറ്റ് ചെയ്യും. അതാണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ബോഡി ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്മോൾ അടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ AC ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫാൻ ഇല്ലാത്തതുകൊണ്ടോ അല്ല, ബോഡിക്ക് ആ ഫുഡ് അക്സെപ്റ്റബിളാണ്. മോര് വീണ്ടും വന്നിട്ടുണ്ട്. സംഭാരം ഇത് പ്രത്യേകം മോരാണ് അല്ലേ? ഇത് അതിനുശേഷം വീണ്ടും മോര് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ കല്യാണത്തിനൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ സ്നേഹിച്ച് ഭക്ഷണം തന്ന് അങ്ങനെ തിന്നുകൊണ്ടിരിക്കും. സ്നേഹം കൊണ്ട് നമ്മളിങ്ങനെ വീർപ്പ് കൂട്ടിക്കില്ലേ, അതുപോലെ ഭക്ഷണം തന്ന് വീർപ്പ് കൂട്ടിക്കില്ല. ഇതെല്ലാം ഇങ്ങനെ കഴിക്കണമെന്നാണ് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്. സൂപ്പറാണ്. ഇനി ഇലയിലൊന്നും ഇല്ല ബാക്കി. അപ്പം ഇതാണ് ശിവേട്ടൻ, നമ്മുടെ സ്വന്തം വാസുചേട്ടൻ്റെ മോനാണ്. എത്ര വർഷമായി ചേട്ടാ കട തുടങ്ങിയിട്ട്? 48 വർഷമായി. അച്ഛൻ തുടങ്ങിയ കടയാണ്. ആക്ച്വലി ഞങ്ങളിവിടെ വഴി ചോദിച്ച് എത്തിയപ്പോൾ ഒരു കള്ള് ഷാപ്പിന് മുമ്പിലായിരുന്നു. അപ്പോൾ അവിടെ കയറി ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈസ്റ്റർ നോമ്പ് കാലമാണ്, ഇവിടെ ഫുഡ് ഷാപ്പിൽ ഫുഡില്ല. അപ്പം പുള്ളി സജസ്റ്റ് ചെയ്തതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സ്പൈസി ഓതൻറ്റിക് നാടൻ ഫുഡാണ്, നിങ്ങൾക്ക് ഷാപ്പിൽ ഫുഡ് കൊടുത്ത ഫുഡാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ വാസുവേട്ടൻ്റെ കടയിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഇലിഞ്ഞിപ്പുറ ജംഗ്ഷൻ അല്ലേ? ഇലിഞ്ഞിപ്പുറ ജംഗ്ഷനാണ്, ആതിരപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്കാണ്. അപ്പം നിങ്ങളും ആതിരപ്പള്ളി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കടയിൽ വരിക. നമ്മുടെ ശിവേട്ടനുണ്ട് ഇവിടെ. നിങ്ങൾ ട്രാവൽ മിസ്റ്റർ JD കാണുന്ന ആളാണെന്ന് പറഞ്ഞാൽ മതി, ഒരു പ്രത്യേക പരിഗണന ശിവേട്ടൻ തരുന്നു അല്ലേ? തീർച്ചയായും. നല്ല ആഹാരം കഴിച്ചു കഴിയുമ്പം നമ്മൾ ഈ പെരിഞ്ചീരകം കഴിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ പണ്ടുപോലെയുള്ള ശീലമാണ്, പക്ഷേ ഇതിനൊരു സയൻസ് ഉണ്ട്. നമ്മൾ പെരിഞ്ചീരകം കഴിച്ചു കഴിഞ്ഞാൽ എത്ര ഹെവി ഫുഡ് കഴിച്ചാലും എളുപ്പം ഡൈജസ്റ്റ് ചെയ്യും. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ട്രാവൽ മിസ്റ്റർ JD